ആ മുജീബേ, ഹലോ. ആ മീനുണ്ട്. എന്തുണ്ട്? ആ പോലെയോ? ഈർക്കലിൽ കുത്തി പൊരിക്കാൻ പറ്റിയ നല്ല ചെമ്മീൻ ഉണ്ടെങ്കിൽ കൊടുത്തയക്കണേ. ആ കുറച്ച് വലുപ്പമുള്ളത്. ആ പിന്നെ വേലസ്രാവ് ഉണ്ടെങ്കിൽ അതും. എന്താ കോള്? മോനും മരുവളും കുട്ടിയൊക്കെ വരുന്നുണ്ടോ? കൊറേ കാലത്തിന് ശേഷം വരില്ലേ. ആ ഗൾഫത്ത് അത് തന്നെ. ഉഷാറാക്കാം നമുക്ക്. ഓ നോക്കി സാധനങ്ങളൊക്കെ നന്നാക്കി കൊടുത്തയക്കണേ. ഇവിടെ നന്നാക്കാനൊന്നും ആരുമില്ല, ഞാനും ഓളും മാത്രമേ ഉള്ളൂ. നമുക്ക് അറിയാലോ. ഇതിന് ഏതൊക്കെ നമ്മൾ എടുക്കണ്ടേ? ആ ആ വേഗം കൊടുത്തയക്കണം കേട്ടോ. ആ ശരി ശരി. ആ വന്നോ? എടോ മോൻ വന്നിട്ടോ? വാ വാ. എന്തൊക്കെയാണ്? അല്ല ഈ മാത്രമേ ഉള്ളൂ? ഓളും കുട്ടിയൊക്കെ ഇവിടെ? ഓളും കുട്ടിയും വരുന്ന വഴിക്ക് ഓളെ വീട്ടിലേക്ക് പോയി. ആ എന്നാ കേറ് വാ വാ. ഫ്രഷ് ആയിട്ട് വാ, അമ്മ ഭക്ഷണം എടുത്ത് വെക്കില്ല. വേണ്ടോ, ഞാൻ വരുന്ന വഴിക്ക് അവളുടെ വീട്ടിൽ നിന്ന് കഴിച്ചു. അല്ല ഈ ഉച്ചഭക്ഷണത്തിന് ഉണ്ടാവൂലേ? ഇല്ല അച്ഛാ, എന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്, അവന്റെ വീട്ടിലേക്ക് എന്ന് പോകും. രാത്രി ലേറ്റ് ആയിട്ടേ വരുള്ളൂ. എടാ ഈ പോകുമ്പോ കാർ എടുത്തിട്ട് പോയിക്കോട്ടോ. വേണ്ട അച്ഛാ, ഞാൻ ഊബർ ടാക്സി ബുക്ക് ചെയ്തു. ഊബർ ടാക്സിയോ? മതിയിടോ. അതെന്താ ഒന്നോ കറി വേണ്ടേ? മതി മതി വേണ്ട. എന്തേ പറ്റിയേ? നമ്മൾ ജീവിക്കാൻ മറന്നൊരു തോന്നല്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ പോകും? നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കല്ലുമ്മക്കായി കഴിച്ചിട്ട് പോലും കാലത്രയായി. അതൊക്കെ വിട്, കഴിക്കാൻ നോക്ക്. ആ എണീറ്റോ? അമ്മയുടെ പോയി. എന്നെ വിളിക്കണ്ടേ? എന്തേ? എന്റെ 3 ഫ്രണ്ട്സും ഫാമിലിന്ന് വരുന്നുണ്ട്. അവർ ഉച്ചഭക്ഷണം തട്ടോ. അവർക്ക് നല്ല വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം. പിന്നെ ചെമ്മീൻ വേണം, നല്ല സ്രാവ് വേണം, ചിക്കൻ വേണം. പിന്നെ രാത്രിത്തേക്ക് ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ. നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യണം നമുക്ക്. ഓ അതെ മോനെ, ഞങ്ങൾ ഉണ്ടാവൂല. ഞങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്കുള്ള ഒരു സിനിമ ബുക്ക് ചെയ്തിരിക്കണ്. അതിന് പോകാനായിട്ട് നിൽക്കുക. ഞങ്ങള് വണ്ടി വിളിച്ചിക്കണേ. പിന്നെ ഉച്ചക്ക് ഞങ്ങൾക്ക് ഇവക്ക് ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായി ഉണ്ട്, അത് കഴിക്കാൻ പാരഗണിൽ പോകും. അത് കഴിഞ്ഞ് രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ കേട്ടോ. ഈ ഒരു കാര്യം ചെയ്തോ, ഇതൊക്കെ ഉണ്ടാക്കാനേ എന്റെ ഓളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. ഓളുണ്ടാക്കിക്കോളും. ആ ശരി കേട്ടോ. യോ സമയമായി, വണ്ടി വന്നു. ആ ശരി കേട്ടോ. അല്ലടോ, രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഗുരുവായൂർ പോയാലോ? അത് നല്ല കാര്യം, കുറെ കാലമായി ഞാനും വിചാരിക്കുന്നു. അവിടുന്ന് നേരെ ചോറ്റാനിക്കര വഴി നമുക്ക് ഗോവയിലേക്കൊന്ന് പോവാം. ആ എന്നാ പിന്നെ അവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാശ്മീരിലേക്കും കൂടെ പോയാലോ? അതൊരു നല്ല ഐഡിയ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചൈനയിലേക്ക് പോവാം. വാ.